രവീന്ദ്ര നീ എവിടെ? ഈ ടൈറ്റിൽ എങ്ങനെ വന്നു എന്നറിയോ? എന്നോടോ? എനിക്കറിയില്ല സാർ, ഒന്ന് പറഞ്ഞു. ഞാൻ ഓരോരുത്തരും ചോദിക്കും ടൈറ്റിൽ എങ്ങനെ വന്നു. നിങ്ങൾക്കറിയോ? ഞാൻ അറിയാൻ എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ടൈറ്റിൽ എങ്ങനെ വന്നു? ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ടിരിക്കുക. അതെനിക്കറിയാം. ഞാൻ സ്ഥിരം ഉണ്ടാവുന്ന കമ്പനിയിൽ ഞാനും ഇദ്ദേഹം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അബാബിന്റെ റിസപ്ഷനിൽ ഇരിക്കുന്നതാണ്. ആര്? ഇവിടുത്തെ ഈ സെയിം ഹോട്ടൽ, ബാർ ഹോട്ടലിലാണോ? എന്തോ ഞാൻ ഇരിക്കണ എവിടെയാണ്? എങ്ങനെ ടൈറ്റിൽ വന്നു അത് പറയൂ. അറിയോ? അറിയില്ല സാറേ. എനിക്കും അറിയില്ല. ആർക്കും അറിയില്ല അല്ലേ? ആർക്കും അറിയില്ല. അറിയോ? എനിക്കറിയാം ടൈറ്റിൽ വന്നത്. അതെ പറയൂ. ഞാൻ അതിനകത്ത് ന്യൂസ് വായിച്ച ഓ ഞാനിട്ട ടാഗ് ലൈനാണ്. അതെ. സെൽഫ് പ്രൊമോഷൻ ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്നതാണ്. കുട്ടി ഇതാണ് ഞാൻ ആ ന്യൂസ് അവർ അവതരിപ്പിക്കുമ്പോൾ ടാഗ് ലൈൻ കൊടുത്തത്. പക്ഷേ അപ്പോൾ അവിടെ എഴുതി വെച്ചു ഇത് തന്നെ പേരാക്കണമെന്നുള്ളത്. ഈ ചോദ്യം വേണ്ടായിരുന്നു. വേണം. ഈ ഫസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഞാൻ ഈ സിനിമയിലുണ്ട് പറഞ്ഞാൽ പോരല്ലേ? മാത്രമല്ല ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കാരണം അറിയാമോ? എങ്ങനെ? കാരണം ആ സിനിമ കണ്ടിരുന്നത് ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. ശ്രദ്ധിക്കൂലേ? മനസ്സിലാർക്കും ഓർമ്മ. ഈ സിനിമയുടെ ഏറ്റവും കാരണം ഞാനിപ്പോ ഓർക്കുന്നു, ഒരു കോട്ടും ടൈയും തന്നിരുന്നല്ലേ, അതാണ് ശ്രദ്ധിക്കാതെ പോയത്. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ വേറെ ആളെ വെച്ചു. സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടാ. സിനിമയെക്കുറിച്ച് അല്ല, നന്നായിട്ട് നന്നായിട്ട് അറിയാം. എന്താ ധ്യാന്റെ മുഖത്തോട്ട് രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. ഞാനല്ല രവീന്ദ്രൻ. അല്ല ഞാൻ ചോദിച്ചല്ലേ രവീന്ദ്രൻ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ അവിടെ നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഈ കോമാളി വേഷം വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത് മാറ്റി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പറയുന്നത്. പക്ഷേ ഞാൻ വന്നോണ്ട് നല്ല ടൈറ്റിൽ കിട്ടി. അത് കിട്ടി. അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ്. എല്ലാം നിങ്ങൾ തന്നെ കംപ്ലീറ്റ്. എല്ലാം എല്ലാമോ? അത് അത്ര വേണ്ട, എനിക്ക് എല്ലാം എനിക്ക് വേണം. എനിക്ക് ഇതിന്റെ മാത്രം മതി. ഇരിക്കട്ടെ മക്കളെ, ഇത് എനിക്ക് ഇരിക്കട്ടെ. എന്താ ഇറങ്ങുമ്പോ ചോദിക്കും ഹൈദരാബാദ് രീതി എവിടെയത് ഈ പേരിട്ടോട്ട് ചോദിക്കും. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോ? പറയുകയും ചെയ്ത് ഞാൻ കണ്ടുണ്ട് ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞ പക്ഷെ ഇങ്ങനെ എടുത്ത് പറയണം. പറയുകയും ചെയ്തു. കട്ട് ചെയ്ത് കളഞ്ഞോ? ഇനി കട്ടി സിനിമ റിലീസ് ഇനി കട്ടി ഞാൻ കണ്ടു ഒരു മിന്നായം പോലെ. പക്ഷെ ഈ പറഞ്ഞത് കറക്റ്റാ. രവീന്ദ്ര ഈ ടൈറ്റില് അല്ലേ, രവീന്ദ്ര നീ എവിടെയെന്ന് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ആണ്. ഇനി അതിലില്ലെങ്കിലും വേണ്ടില്ല. അതെന്താ ഒരു ഉൾക്കൊത്ത്? അതെന്താ അതിനകത്തൊരു ഇതൊരു ഇല്ലെങ്കിലും വേണ്ടില്ല. അവരൊക്കെ എഴുതി വെച്ചിട്ട് ഇനി മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് കട്ട് ചെയ്ത് പോയെങ്കിലും. ഇല്ല. എന്തായാലും വീണ്ടും നല്ലൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയാണ്. ധ്യാന്റെ എത്രാമത്തെ സിനിമയാണ് അറിയില്ല. എന്തായാലും നമ്മളൊരു 3-4 സിനിമ ഒരുമിച്ച്. നമ്മുടെ കുടുംബത്തിൽ എത്ര സിനിമ? നാലാമത്തെ സിനിമ കുടുംബത്തിലെ. കുടുംബ ആർട്ടിസ്റ്റാണ് കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്ത് പറഞ്ഞെത്തും. അമീറിന്റെ ഫോൺ തേഞ്ഞു തീർന്നാലും വേണ്ടില്ല. എത്തൂല്ലേ? എന്തായാലും നല്ലൊരു സിനിമ. അതിനുവേണ്ടി നമ്മൾ കുറേ ആയിപ്പോൾ ഇരുന്നിട്ട് അല്ലേ? നമ്മളിടയ്ക്ക് വിളിക്കുമായിരുന്നു, ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഒരു വെറൈറ്റി സിനിമയായിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ, എനിക്ക് കഥ കുറച്ച് കേട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇത്തരമൊരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് എത്തുന്നത്? ഇത്തരം സബ്ജക്റ്റിൽ ഞാനിലെത്തുന്നത് അത് മനോജ് പാലോടൻ ആണ് ഇതിന്റെ വീട്ടിലെത്തി. അത് മനോജ് പാലോടൻ വീട്ടിലെത്തി, എബ്രഹാം മാത്യുവിന്റെ പൈസ വീട്ടിലെത്തി, ഷീല എബ്രഹാം മറ്റൊരു ഹോട്ടൽ വിറ്റ പൈസയുമായി ഇറങ്ങി. അതൊക്കെ തന്നെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.